എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും കഷ്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും നമ്മെ പിടിച്ചു നിർത്തുന്ന ദൈവകൃപയും വിശ്വാസവും, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇതെല്ലാം ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഈ മാസത്തിൽ പതിവായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് നെഹമ്യാവിൻ്റെ പുസ്തകമാണല്ലോ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതിന് തുടർമാനമായി ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവുമില്ല എന്നുത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതിനാ ഈ ഒരു പ്രഖ്യാപനത്തിന് അവരെ സഹായിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രത്യാശയിൽ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇനി സന്ധ്യാസമയത്ത് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും? ഏത് വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായാലും, ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായാലും, ഏത് രോഗത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായാലും, ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളായാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്കൊരു ഉറപ്പുണ്ടോ? സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. ആമേൻ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഈ വാക്യം ഇവിടെ നിന്ന് പ്രസംഗിച്ച് സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കുമെന്ന് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചില മാസങ്ങളായി ഞങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ഒരു വിഷയത്തിന്മേൽ പല നിലവാരത്തിൽ വിടുതൽ വരാതെ തെന്നി പോയിക്കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. വാതിൽ തുറന്നു, പക്ഷെ അടഞ്ഞു. പിന്നെ വാതിൽ തുറന്നു, അടഞ്ഞു. പിന്നെ വാതിൽ തുറന്നു, അടഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒടുവിൽ മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് കണ്ടിട്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ മെസ്സേജിന് ഞാൻ കയറി നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും ഞാൻ പ്രസംഗിച്ചു. രണ്ടാമത് പറഞ്ഞു, ഇന്ന് അടിയൻ്റെ കാര്യം സാധിപ്പിച്ച് ഇവൻ്റെ മുമ്പിൽ, ദേഹത്തിൻ്റെ മുമ്പിൽ, ഇയാളുടെ മുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. പ്രൈസ് ഗോഡ്. അന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഇന്ന് ക്ലോക്കിലെ സൂചി 12 എന്ന അക്കത്തിൽ നിന്ന് വലിയ സൂചി തിരിഞ്ഞു മാറുന്നതിന് മുൻപ്, അതായത് ഈ ഡേറ്റ് തീരുന്നതിന് മുമ്പ്, ഇന്ന് തന്നെ നെഹമ്യാവിൻ്റെ പ്രാർത്ഥന കേട്ട് കാര്യം സാധിപ്പിച്ച ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ കാര്യവും സാധിപ്പിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവങ്ങളൊരു സാക്ഷ്യമായിട്ട് ഞാൻ പറയട്ടെ. മീറ്റിംഗ് അവസാനിപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുത്ത മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഏത് സമയത്ത് എൻ്റെ കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രഖ്യാപിച്ചോ, കൃത്യമായ ആ സമയത്ത് എൻ്റെ വിഷയത്തിന് വിടുതൽ തന്നുകൊണ്ട് ഒരു SMS എൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ഇതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശേഷം അനേക നാളുകളായി മറുപടി കിട്ടാതെ കിടന്ന്, അനേക നാളുകളായി നട്ടം തിരിഞ്ഞ് വഴിയും വാതിലും അടഞ്ഞു കിടക്കുന്ന വിഷയമായാലും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന് എൻ്റെ കാര്യം സാധിപ്പിക്കാൻ കഴിയുമെന്ന് ദൈവം തെളിയിക്കുന്ന ദിവസങ്ങളും ആഴ്ചകളും അവൻ മുമ്പിലുണ്ടെങ്കിലും ഇന്ന് രാത്രിയിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ മതിയായവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കാൻ ഫുൾഫിൽ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന്
ചില കണ്ടീഷനുണ്ട്. അതാണ് ഇന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പം പകലാണെന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചുകൊണ്ട് പകലാകത്തില്ല. പ്രൈസ് ഗോഡ്. ദർ ഇസ് എ ലോജിക്. നമ്മുടെ വിശ്വാസത്തിനൊരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ശരിയായാൽ മാത്രമേ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് രാത്രി ഈ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തിന് പൂർത്തീകരണം വരുവാൻ ഏതെല്ലാം നിലവാരത്തിൽ നമ്മൾ കാര്യങ്ങളെ കാണണം, ക്രമീകരിക്കണം. ഇത് പ്രൈസ് ഗോഡ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനാണ് ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്നാമത് മനസ്സിലാക്കണം, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഓരോ കാലയളവിലും അവനെ നടത്തുന്ന ദൈവികമായ ഒരു വെളിപ്പാടുണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ച ഒരു പുത്തൻ വെളിപ്പാടിൻ്റെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ബലത്തിലാണ് നമ്മൾ മുന്നോട്ട് എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ലഭിച്ച വെളിപ്പാടല്ല, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ലഭിച്ച വെളിപ്പാടല്ല, 2014 വെളിപ്പാടല്ല, 2015 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ നടത്തുന്ന ഒരു ദൈവികമായ ഒരു വെളിപ്പാടുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ വെളിപ്പാട്, ആ കാഴ്ചപ്പാട് എങ്ങനെ പ്രാപിക്കാം, അതിൻ്റെ ബലത്തിൽ വിഷയങ്ങൾ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും. പ്രൈസ് ഗോഡ്. 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നെഹമ്യാവ് ശത്രുക്കളായിരിക്കുന്ന ദൈവികമായ പ്രവർത്തനങ്ങൾ തടയുന്ന, ദൈവത്തിൻ്റെ മക്കളുടെ പട്ടണം പണിയെ തടയുന്ന സാൻബല്ലത്തിനോടും തോബിയാവിനോടും അവരുടെ കൂട്ടക്കാരോടും പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം കാര്യം സാധിപ്പിക്കും, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. നെഹമ്യാവ് ഇത് പറയുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലുള്ള എക്സ്പീരിയൻസ് അതിൻ്റെ പുറകിലുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ ദയ ലഭിക്കുമാറാക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒറ്റ ദിവസം കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം മതിലുപണി തീർക്കണമെന്നല്ല നെഹമ്യാവിന്റെ ആഗ്രഹം. നെഹമ്യാവിന്റെ പ്രാർത്ഥന ഇതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയത്തിന്മേൽ എനിക്ക് നീ ഒരു വിടുതൽ തരുമാറാകണമേ. എന്തുവാ നെഹമ്യാവ് ആഗ്രഹിക്കുന്നത്? നെഹമ്യാവിന്റെ ഉള്ളത്തിൽ തീ കൊണ്ട് ചുട്ടുകിടക്കുന്ന യെരുശലേമിലെ വാതിലുകളെക്കുറിച്ചും ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെക്കുറിച്ചും ദൈവജനത്തിന്റെ, തൻ്റെ സഹോദരജനത്തിന്റെ കഷ്ടപ്പാടിനെ കുറിച്ചും ഉള്ള വാർത്ത വന്നപ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നെഹമ്യാവ് ദൈവത്തിന് സ്തോത്രം, ആമേൻ, ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന 4 മാസം നീണ്ടുപോയി. ഇതിനകത്ത് 1-ാം അധ്യായം തൊട്ടും 2-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, 1-ാം വാക്യം 1-ാം വാക്യവും 2-ാം അധ്യായം 1-ാം വാക്യവും. ഹഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ, ശ്രദ്ധിക്കണമേ, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ, ഇനി 2-ാം അധ്യായം 1-ാം വാക്യം. അർത്ഥശിഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തില്
ദൈവത്തിന് സ്തോത്രം. ഈ ഗ്യാപ്പ് 4 മാസത്തെ ഗ്യാപ്പാണ്. ഈ 4 മാസത്തെ ഗ്യാപ്പിൽ 120 ദിവസത്തോളം നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ദൈവത്തിന് സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചു എങ്കിൽ അടിയനെ യഹൂദായിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്നയക്കണമേ എന്നുണർത്തിച്ചു. അടിയന് കൃപ ലഭിച്ചെങ്കിൽ, ദയ ലഭിച്ചെങ്കിൽ പിതാക്കന്മാരുടെ കല്ലറകളുള്ള എൻ്റെ പിതാക്കന്മാരുടെ പട്ടണത്തിലേക്ക് എന്നെ അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന തുടങ്ങിയത് 120 ദിവസം മുമ്പാണ്. ഈ 120 ദിവസത്തെ മുമ്പുള്ള പ്രാർത്ഥനയിൽ ഒടുവിലായി നെഹമ്യാവ് പ്രാർത്ഥിച്ചു, യഹോവേ, ഇന്ന് അടിയന് ഈ മനുഷ്യന്റെ മുമ്പിൽ ദയ തോന്നണം, ഇന്ന് അടിയന്റെ കാര്യം സാധിപ്പിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് 4 മാസമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ബലത്തിലാണ് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, പണി തുടങ്ങിയതെങ്കിൽ ആ പണി മുടക്കാൻ വരുന്നവന്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കും, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്, 4 മാസം പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടിയുമായാണ് ജെറുസലേമിൽ വന്ന് ഈ പണി നടത്തുന്നതെങ്കിൽ ഇത് മുടക്കാൻ സാൻബല്ലത്തെ, തോബിയാവേ, നിന്നെ കൊണ്ട് സാധ്യമല്ല, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഇതാണ് കണക്ഷൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് നെഹമ്യാവ് ശത്രുക്കളുടെ മുഖത്ത് നോക്കി പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനത്തിന്റെ പിൻപിൽ നെഹമ്യാവിന് ധൈര്യം കൊടുക്കുന്ന ചരിത്രമെന്തെന്ന് ചോദിച്ചാൽ, പ്രൈസ് ഗോഡ്, ശൂഷൻ രാജധാനിയിൽ ഈ പട്ടണത്തിന്റെ, യെരുശലേം പട്ടണത്തിന്റെ ദയനീയമായ സ്ഥിതി, ശോചനീയമായ സ്ഥിതി ഞാൻ മനസ്സിലാക്കിയ ദിവസം മുതൽ 120 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഈ കാര്യം സ്വർഗത്തിലെ ദൈവമേ സാധിപ്പിച്ച് തരണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാല് പരസ്യമായി സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കുമെന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് രഹസ്യമായി ദൈവസന്നിധിയിൽ ഇന്നെന്റെ കാര്യം സാധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു ചരിത്രം കിടപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകൾ പരസ്യമായി സാക്ഷിക്കത്തക്കവണ്ണം ദൈവം വഴിയൊരുക്കിയതിന്റെ പുറകിൽ നിന്റെ വീട്ടിന്റെ ഹല്ലേലൂയ ഉള്ളറകൾക്കകത്തിരുന്ന് ദൈവത്തോട് നിലവിളിച്ച ഒരു ചരിത്രമുണ്ട്. നിന്റെ പ്രാർത്ഥനാമുറിയിൽ മുട്ടുകുത്തി ഇരുന്ന് വേദപുസ്തകം എടുത്ത് മുമ്പിൽ വെച്ച് കണ്ണുനീരോടെ അല്ലെങ്കിൽ ഉപവാസത്തോടെ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ മേൽ നിന്ന് വിഷയം സ്വർഗത്തിലെ ദൈവത്തിന് അവതരിപ്പിച്ച ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ മറുപടിയാണ് ലോകത്തിന്റെ മുമ്പിൽ നിന്നെ വിളിച്ചു പറയിപ്പിക്കുന്നത്. എനിക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ വിടുതൽ തന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ ദൈവമായിരിക്കുന്നിടത്തോളം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ലോകമേ നിനക്ക് വിളിച്ചു പറയാം, ലോകത്തോട് നിനക്ക് വിളിച്ചു പറയാം, ലോകമേ എന്റെ ദൈവം കാര്യം സാധിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച നിന്റെ കൊച്ചു കൊച്ചു വിഷയങ്ങൾക്ക് വ്യക്തമായി മറുപടി തന്ന് നിന്നെ സഹായിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം കുറുതായി പോയിട്ടില്ല. അത് ഇന്നും ചലിക്കുന്ന കരമാണ്. അതിപ്പോൾ ചലിക്കുന്ന കരമാണ്. ഈ പ്രൈസ് ഗോഡ്, ആമേൻ, ഹല്ലേലൂയ, ഏപ്രിൽ മാസം 14-ാം തീയതി രാത്രി 7:55 ആയ ഈ സമയത്തും നിന്റെ ദൈവത്തിന്റെ കരം ചലിക്കും. The name of Jesus, the name of Jesus, in the name of Jesus. സ്വർഗത്തിലെ ദൈവമേ, നിന്റെ കരം ചലിക്കട്ടെ. ഞങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്നു,
സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് പറയുമ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. പ്രൈസ്. എത്ര പേര് കണ്ടുപിടിച്ചു എന്ന് പറയണ്ട, എന്നാലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാർക്കിടാം. പ്രൈസ് ഗോഡ്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഈ സ്വർഗത്തിലെ ദൈവം എന്ന പ്രയോഗം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു. ദൈവത്തെ സ്തോത്രം. ആദ്യം പ്രയോഗം കിടക്കുന്നത് ദൈവത്തെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒന്ന് ദിനവൃത്താന്തം 36 അധ്യായം 23 വാക്യത്തിലാണ് സ്വർഗത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം കിടക്കുന്നത്. പ്രൈസ് ഗോഡ്. പിന്നെ നമ്മൾ ദൈവ സ്തോത്രം. പ്രൈസ് ഗോഡ്. എസ്രായുടെ പുസ്തകം വായിക്കുമ്പോൾ 7 പ്രാവശ്യം ദൈവ സ്തോത്രം സ്വർഗത്തിലെ ദൈവം എന്ന പ്രയോഗം നമുക്ക് 6 പ്രാവശ്യം കാണാൻ സാധിക്കും. നെഹമ്യാവിലേക്ക് വരുമ്പോൾ 3 പ്രാവശ്യം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. 4 പ്രാവശ്യം. റെവലേഷനിൽ വരുമ്പോൾ 1 പ്രാവശ്യം. ഇങ്ങനെ 12 പ്രാവശ്യമാണ് ഈ ദൈവവചനത്തിൽ സ്വർഗത്തിലെ ദൈവം കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. റെഫറൻസ് മാത്രം പറഞ്ഞിട്ട് പ്രൈസ് ഗോഡ് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. 2 ദിനവൃത്താന്തം 36:23, എസ്ര 5:12, 6:9, 7:10, 6:9, 6:10, 7:12, 7:21, 7-ാം അധ്യായം 22, 7-ാം അധ്യായം 23, നെഹമ്യാവ് 1:4, 5, നെഹമ്യാവ് 2:4, 2:20, റെവലേഷൻ 16:11. പ്രൈസ് ഗോഡ്. ഇത്രയും ഭാഗങ്ങളിലാണ് സ്വർഗത്തിലെ ദൈവം എന്ന പ്രയോഗം കിടക്കുന്നത്. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ന ആ പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് എസ്രായും പിന്നെ നെഹമ്യാവുമാണ്. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഇത്രയേ ഉള്ളൂ. നെഹമ്യാവും എസ്രായും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകവും ദിനവൃത്താന്തവും, ഈ 4 ഭാഗത്തേ ഉള്ളൂ ഈ പ്രയോഗം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് നെഹമ്യാവും എസ്രയും ഇത്രത്തോളം ഈ പദം ഉപയോഗിച്ചെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. മതി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പാർസി രാജാവായിരിക്കുന്ന കോരശ് ദൈവമക്കൾക്ക് വേണ്ടി പുറപ്പെടുവിച്ച വിളംബരം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. കോരശ് ജനിക്കുന്നതിന് 200 years 200 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകനിൽ കൂടെ 45-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. മതി. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കോരശ് ജനിച്ചിട്ടില്ല. കോരശ് എന്ന ചക്രവർത്തി ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് അവന്റെ പേര് ചൊല്ലി യെശയ്യാവിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിച്ചു. കോരശ് എന്ന ജാതീയ രാജാവിനാൽ യെരൂശലേം പ്രവാസകാലത്ത് വീണ്ടും പണിയപ്പെടും, ആലയം പണിയപ്പെടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആ കോരശിന്റെ വിളംബരത്തിന്റെ ഭാഗമാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. ഇനി ദിനവൃത്താന്ത പുസ്തകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരൂശലേമിൽ അവന് ഒരാലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ആധിപത്യം കോരശിന്റെ കയ്യിൽ വന്നപ്പോൾ കോരശിന്റെ കാര്യം മനസ്സിലായി. ഈ രാജ്യങ്ങളെ മുഴുവൻ
എനിക്ക് തന്നത് സ്വർഗത്തിലെ ദൈവമായ യഹോവയാണ്. തീർന്നില്ല. അതിന് പകരമായി ഞാൻ അവന്റെ ഇടിഞ്ഞുപോയ ആലയം വീണ്ടും പണിയാൻ ഒരു കൽപ്പനയിടുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറെ ജനിച്ചിട്ടില്ല, 200 വർഷം മുമ്പാണ്. ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പൊ കോരശ് ജനിക്കുന്നതിന് 200 വർഷം മുമ്പ് അവനെ കൊണ്ട് ഇടിഞ്ഞുപോയ ആലയം പണിയിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം കോരശിനെ ഉയർത്തിയപ്പോൾ, കോരശിനെ അറിയപ്പെടുന്ന സകല രാജ്യങ്ങളുടെയും ആധിപത്യം ലഭിച്ചപ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ കോരശിന് കിട്ടിയ ഒരു വെളിപ്പാടാണ് സ്വർഗത്തിലെ ദൈവമായ യഹോവ. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾ 70 വർഷത്തെ ബാബിലോണ്യ പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് 3 ഘട്ടമായി, പ്രൈസ് ഗോഡ്, സെരുബാബേലിന്റെ നേതൃത്വത്തിലും എസ്രായുടെ നേതൃത്വത്തിലും നെഹമ്യാവിന്റെ നേതൃത്വത്തിലും മടങ്ങി വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തി നിന്ന വെളിപ്പാടാണ് കോരശിന്റെ വിളംബരത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ഗോഡ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവം നെഹമ്യാവിനെ പ്രൈസ് ഗോഡ് നെഹമ്യാവിനെയും എസ്രയെയും സെരുബാബേലിനെയും ഉയർത്തിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. കോരശിന് വെളിപ്പെട്ട സ്വർഗത്തിലെ ദൈവമാണ് ഞങ്ങളെ ഈ പ്രവൃത്തിക്ക് ഇപ്പോൾ ബലപ്പെടുത്തിയത്. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ഞാൻ പറയട്ടെ, അതിനുശേഷം ആ കാലഘട്ടം മുഴുവൻ ഈ കർത്താവിനെ ഇവർ വിളിച്ചത് സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് നീ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടിയാൽ, ഈ ആഴ്ച വായിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു വെളിപ്പാട് കിട്ടിയാൽ നിന്നെ അത് എത്ര ദിവസം നടത്തുമെന്ന് എനിക്കറിയത്തില്ല. വെളിപ്പാടിന്റെ ആഴമനുസരിച്ച് ആ ദൈവത്തിന്റെ ശക്തി നിന്നെയും എന്നെയും നടത്തുവാൻ മതിയായതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവികമായൊരു വെളിപ്പാട് നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള ആശയങ്ങളിലേക്ക് നടത്തണം. എങ്കിലത് ഫ്രഷ് ആയിട്ടുള്ള അനുഗ്രഹത്തിലേക്ക് നടത്തും. പ്രൈസ് ഗോഡ്. 50 വർഷം മുമ്പ് വേദപുസ്തകം വായിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ സാധു കൊച്ചു ചോദിച്ചിട്ട് പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ആ വെളിപ്പാടും കൊണ്ട് 2014 പറ്റത്തില്ല, 15 പറ്റത്തില്ല. ഇന്ന് നിനക്കൊരു പുതിയ വെളിപ്പാട് വേണം. ആ വെളിപ്പാട് എവിടെ നിന്ന് വേണം? പ്രൈസ് ഗോഡ്. അത് വെറും തോന്നലുകളല്ല, അത് സ്വപ്നമല്ല, അത് ജൽപ്പനമല്ല. ആ വെളിപ്പാടിന് സ്ഥായിയായ സ്ഥിരമായ വചനത്തിന്റെ അടിസ്ഥാനമുണ്ടാകണം. പ്രൈസ് ഗോഡ്. അല്ലാത്ത വെളിപ്പാടും കൊണ്ട് ഒത്തിരി പേര് പല കാലത്ത് ഇറങ്ങുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ വെളിപ്പാടും കാണത്തില്ല, അവരെയും കാണത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വെളിപ്പാട്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പാട് കിട്ടുന്നവന് ദൈവവചനം പറയുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനമായി ആദ്യം മനസ്സിലാക്കണം, അല്ലേ? ദൈവവചനപ്രകാരം വെളിപ്പാട് കിട്ടി ജീവിക്കുന്ന ഒരുവന് ദൈവവചനത്തിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, അത് ദൈവവചനത്തിൽ കൂടെ പഠിച്ച് മനസ്സിലാക്കി അത് അനുഭവമാക്കിയിട്ട് വേണം ബാക്കിയുള്ള വെളിപ്പാടിലേക്ക് പോകാൻ. പ്രൈസ് ഗോഡ്. ദൈവവചനം വായിക്കുന്ന ഒരു മനുഷ്യന് വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇടപെടും. പരിശുദ്ധാത്മാവ് ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ഇടപെടും. പരിശുദ്ധാത്മാവ് ആദ്യം ഇടപെടുന്നത്, പ്രൈസ് ഗോഡ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സകലരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സ് നഷ്ടപ്പെടുത്തി. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന വെളിപ്പാട് ആദ്യം കിട്ടണം. മാനവജാതിയുടെ സകല പാപത്തിൻ്റെയും അടിസ്ഥാന കാരണം പാപമാണ്. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ
ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നുകൊണ്ട് അയലോക്കത്തുകാരൻ നമുക്കെതിരായിട്ട് കൂടോത്രം ചെയ്തിട്ടാണ് ഈ കഷ്ടമെന്ന് പറയല്ലേ. അമ്മാച്ചനും മക്കളും പിള്ളേരും എല്ലാവരും കൂടെ ഇരുന്നുകൊണ്ട് പ്രൈസ് ഗോഡ് ഇന്നാരെ ആഭിചാരം ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നതെന്ന് പറയല്ലേ. പ്രൈസ്. കാരണം നീ സാക്ഷാൽ ഇസ്രായേലിനെങ്കിൽ, സാക്ഷാൽ യഹൂദനെങ്കിൽ, സാക്ഷാൽ യാക്കോബെങ്കിൽ തിരുവചനം പറയുന്നു ലക്ഷണവിദ്യ യാക്കോബിനും ആഭിചാരം ഇസ്രായേലിനും പറ്റുകയില്ല. മനസ്സിലായോ? ഇതൊന്നും അല്ല കാരണം. മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകളും തെറ്റുകളും പാപങ്ങളും. പ്രൈസ് ഗോഡ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ പാപത്തിൽ നിന്നൊരു വിടുതൽ കിട്ടണമെങ്കിൽ, ശാശ്വതമായി വിടുതൽ കിട്ടണമെങ്കിൽ ഇത് തരാൻ കഴിവുള്ള ഒരൊറ്റ ആളെ, ഒറ്റ വ്യക്തിയെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അത് നസറേയനായ യേശു ക്രിസ്തു. വേദപുസ്തകം വായിക്കുമ്പം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പം 2 ആമേൻ പറഞ്ഞ അതേ ശരി എന്ന് പറയാൻ 2 ആമേനും ഒരു ഹല്ലേലൂയയും പറയത്തക്കവണ്ണം ഹൃദയം ഉണരണം. വായിച്ചേ. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറെ ഒരു നാമവുമില്ല എന്ന് വായിച്ചു കഴിയുമ്പോൾ ശരിയാണ്. ആമേൻ 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 എന്ന് പറയത്തക്കവണ്ണം ഹൃദയത്തിനകത്തൊരു ഒരുക്കം വരുന്നുണ്ടെങ്കിൽ നീ മാനസാന്തരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിലെത്തും. പ്രൈസ് ഗോഡ്. ഫസ്റ്റ്. ഇനി ദൈവവചന പ്രകാരം എൻ്റെ പാപത്തിന് പരിഹാരം ലഭിപ്പാൻ മറ്റൊരുത്തനിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള എൻ്റെ രക്ഷ എങ്ങനെ കിട്ടുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുവന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. റോമാലേഖനം 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് സെക്കൻഡ് വെളിപ്പാട്. വചനത്തിലൂടെ കിട്ടുന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഒരു വെളിപ്പാട് പിന്നെയും കിട്ടും. ചിലർക്കൊക്കെ ഈ വെളിപ്പാട് മതി, പിന്നെ അടുത്ത വെളിപ്പാടിൽ പോകത്തില്ല. എന്നാൽ വചനം വായിക്കുന്നവന് വചനത്തിനകത്തുള്ള അടുത്ത വെളിപ്പാട് കിട്ടും. റോമാലേഖനം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ, 3 മുതലുള്ള വാക്യങ്ങൾ. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. മാനസാന്തരത്തെ കുറിച്ചുള്ള ഉപദേശം കിട്ടിയവന്, രക്ഷയെ കുറിച്ചുള്ള ഉപദേശം കിട്ടിയവന്, അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിന്റെ ഉപദേശം കിട്ടിയവന്, വിശ്വാസത്താലുള്ള നീതീകരണം കിട്ടിയവന് ആ ഉപദേശത്തിൽ നിൽക്കാതെ വീണ്ടും ഒരുപടി കൂടെ മുന്നോട്ട് പോയി വിശ്വാസത്തിന്റെ കൂടെ വിശ്വാസ സ്നാനത്തിന്റെ ഉപദേശവും കൂടെ ഗ്രഹിക്കാതെ പോയാൽ, ചെല്ലു പറഞ്ഞ് നിർമ്മല സുവിശേഷമാണ് ഞാൻ പറയുന്നത്, ഞാൻ സ്നാനം പറയത്തില്ല. എന്തോ നിർമ്മലമാ. അപ്പൊ സ്നാനം മലിനമാണോ? എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു യോഹന്നാന്റെ കരത്തിന്റെ കീഴിൽ യോർദാൻ നദിയിൽ വന്ന് സ്നാനപ്പെട്ടെങ്കിൽ ഈ യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിനെ പിൻപറ്റുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് സ്നാനം വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ദുരുപദേശമല്ലേ? Praise God. ഈ കർത്താവിന് സ്നാനപ്പെടാൻ ബുദ്ധിമുട്ടില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ കർത്താവുമായിട്ട് എന്ത് ബന്ധം? നിങ്ങൾ ആലോചിച്ച് പറയണം. യേശു ക്രിസ്തുവിന് യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് ഉചിതമെന്ന് പറഞ്ഞ് യോഹന്നാൻ സമ്മതിക്കാഞ്ഞിട്ടും യോഹന്നാൻ പറഞ്ഞു,
നീ എൻ്റെ അടുക്ക് സ്നാനപ്പെടാൻ വരുന്നു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുമോ? നിന്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, യോനാനെ തർക്കിക്കാൻ നേരമില്ല. ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അങ്ങനെ യേശു ക്രിസ്തു, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈ കീഴ് സ്നാനമേറ്റ് കാട്ടിയ മാതൃകയ്ക്ക് ഒരു വിലയുമില്ലേ? പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ മുതിർന്ന സ്നാനത്തിന് അനുകൂലമല്ല, ശിശു സ്നാനത്തിനും അനുകൂലമല്ല. എന്നാൽ വചനപ്രകാരം ഒരു സ്നാനമുണ്ട്, അതാണ് വിശ്വാസ സ്നാനം. മർക്കോസ് 16:16 വായിച്ചേ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഈ ഒരു സ്നാനം സകലരുമേറ്റേ പറ്റൂ. കാരണം നമുക്ക് പിന്തുടരുവാൻ കർത്താവ് നല്ലൊരു മാതൃക കാട്ടിയേച്ചും പോയിരിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് കാണിച്ച മാതൃക എനിക്കും പിന്തുടരാൻ കൊള്ളാവുന്നതാണെന്ന് തോന്നുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യ്. അങ്ങനെയാണെങ്കിൽ യോർദാൻ നദിയിൽ അവൻ സ്നാനമെടുത്തെങ്കിൽ ദൈവവൈതലേ ഹല്ലേലൂയ, നിനക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ യേശു കാണിച്ച നല്ല മാതൃക പിന്തുടരണ്ടേ? തീരുമാനിക്കുക, കർത്താവേ നീ കാണിച്ച നല്ല മാതൃക പിന്തുടർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല സൃഷ്ടികളെയും എന്റെ ശിഷ്യന്മാരാക്കി കൊള്ളുവീനെന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ അരുളി ചെയ്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന ഞാൻ അനുസരിക്കും. കർത്താവ് മാതൃക കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന്. എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ലോജിക്കല്ല. ദൈവവചനത്തിന്റെ മുമ്പിൽ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ, എൻ്റെ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഞാനൊരു ചെറിയ ലോജിക്ക് പറയാം. വിശുദ്ധനായ ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ലോജിക്കിൽ എനിക്ക് നിനക്കും പറ്റും? നമ്മുടെ സ്വന്തം ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ഏത് ലോജിക്ക് ഉപയോഗിച്ച് സാധിക്കും? പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ടത് എന്നാ? രക്ഷിക്കപ്പെട്ട ശേഷം എങ്ങനാ? ഇപ്പോഴെങ്ങനാ? 100 കൂട്ടം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടാൽ ഒരു ചെറിയ അനുഗ്രഹം പോലും കിട്ടാനുള്ള യോഗ്യത ഉണ്ടോ? ദയയല്ലേ? കരുണയല്ലേ? കൃപയല്ലേ? കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. മലകൾ കയറിയാൽ കിട്ടുകില്ല, ക്രിയകൾ നടത്തിയാൽ നേടുകില്ല. നന്മകൾ, നോമ്പുകൾ, പ്രാർത്ഥനകൾ, കാഴ്ചകൾ, ഇവയാലൊന്നും രക്ഷ സാധ്യമല്ല. കൃപയാലത്രേ ആത്മരക്ഷ, അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. പ്രൈസ് ഗോഡ്. നമ്മുടെ ലോജിക്ക് ഉപയോഗിക്കല്ലേ ദൈവവചനം പറഞ്ഞത്. കണ്ണുമടച്ചങ്ങ് ഏറ്റെടുത്താൽ മതി. അവിടെയാണ് കൃപ പാരപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് ചെയ്ത മാതൃക ഞാൻ പിൻപറ്റുന്നു. പ്രൈസ് ഗോഡ്. അതിന് ഒരു വേറെ ലോജിക്കും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം. പ്രവൃത്തിയാലല്ല ഞാൻ രക്ഷിക്കപ്പെടുന്നത്, എന്നാലാവോളം അവൻ്റെ കൽപ്പനകൾ ഞാൻ അനുസരിക്കുമ്പോൾ, അവൻ്റെ വചനപ്രകാരം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യപ്പെടുന്നവൻ രക്ഷിക്കപ്പെടുന്ന വചനപ്രകാരം ഞാൻ അവനിൽ നിന്ന് നന്മകളുടെ ഒരു കൂട്ടം ഇങ്ങനെ പ്രാപിച്ച് പോവുകയാണ്.
പ്രൈസ് ഗോഡ്. ദൈവികമായ വെളിപ്പാടുകൾ, ഇങ്ങനത്തെ വെളിപ്പാട് പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ സ്തോത്രം, അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന വെളിപ്പാടാണ് ഇടിഞ്ഞു കിടക്കുന്ന മതില് പണിയുവാൻ എന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് അർത്താശ്വരേഷ് രാജാവിൻ്റെ മുമ്പിൽ ദയവ് തോന്നിയിട്ട് എന്നെ അധികാരപത്രം തന്ന് യെരൂശലേമിലേക്ക് ഈ പട്ടണം പണിയാൻ അയച്ചത്. അങ്ങനെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ നെഹമ്യാവേ, നിനക്കൊരു കാര്യം ഉറപ്പാണ്, സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് പണിയിക്കും, സ്വർഗത്തിലെ ദൈവം നിന്റെ കാര്യം സാധിപ്പിക്കും. ഇങ്ങനെ ലോജിക്ക് വർക്കൗട്ട് ചെയ്ത് പോകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ വെളിപ്പാടിന്റെ പുറകിൽ വചനത്തിന്റെ ഒരു ആധികാരികതയുണ്ട്. ആ വചനത്തിന്റെ ആധികാരികതയിലാണ് ദൈവദാസന്മാർ പ്രവർത്തിച്ചത്, പ്രാർത്ഥിച്ചത്, കാര്യങ്ങൾ നടത്തിയത്. ആമേൻ. നെഹമ്യാവിന്റെ പ്രാർത്ഥനയിൽ ആ ആധികാരികത ഉണ്ടായിരുന്നു. നോക്കാം, നെഹമ്യാവ് 1:7. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നെഹമ്യാവ് പറയുകയാണ്, തിരുവചനത്തിൽ പഞ്ചഗ്രന്ഥങ്ങളിൽ കർത്താവിന്റെ ദാസനായിരിക്കുന്ന മോശ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന തിരുവെഴുത്തിൽ പറഞ്ഞത് ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. എങ്ങനെ മനസ്സിലായി? തിരുവെഴുത്തുകളെ ആധാരമാക്കി പഠിച്ചപ്പോൾ മനസ്സിലായി, ഞാൻ ആ സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് അളക്കേണ്ടത് പള്ളിയിലെ കോല് വെച്ചല്ല, വചനം വെച്ച് അളക്കണം. പ്രൈസ് ഗോഡ്. മനുഷ്യനല്ല അളക്കേണ്ടത്, വചനം വെച്ച് അളക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശുദ്ധമാന പള്ളിയുടെ കൽപ്പന വെച്ച് അളക്കാൻ തുടങ്ങിയാൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിൽ ശുദ്ധമായി കണ്ടുകൊള്ളുക എന്ന് എഴുതി വെച്ചത് കൊണ്ട് കുർബാന കണ്ടേച്ചും പോരുക, കൊണ്ടേച്ചും പോരുകയല്ല, കണ്ടാ മതി. പ്രൈസ് ഗോഡ്. ഞാൻ കത്തോലിക്കനായിരുന്നപ്പം മുറ്റത്ത് പോയി നിന്നാൽ മതി. ഞായറാഴ്ച മാവിൻ്റെ ചോട്ടിൽ നിന്നാലും ഞായറാഴ്ച കുർബാന കണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും ഞങ്ങളൊക്കെ മാവിൻ്റെ ചോട്ടിൽ നിന്നിട്ടുള്ളൂ. ഇന്നും പോയാൽ കാണാം, പള്ളിയുടെ ചുറ്റത്തൊരു മരം ഉണ്ടെങ്കിൽ ഞായറാഴ്ച അച്ഛൻ കുർബാന അവിടെ സകൃതിയായി നടത്തുമ്പം കുറേ പേര് അതിൻ്റെ ചോട്ടിൽ നിൽപ്പുണ്ടാവും. മുറ്റത്ത് നിന്നാലും കടം തീരുന്ന പരിപാടിയാണ്. അല്ല, ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഘോഷിച്ചുല്ലസിച്ചിട്ട് ഇപ്രകാരം പറയണം, ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ എൻ്റെ ആയുഷ്കാലമൊക്കെയും പാർക്കേണ്ടതിന് തന്നെ. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു വാഞ്ച ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉളവാകാതെ പള്ളിമുറ്റത്ത് നിന്ന് വെച്ചും കുർബാന കണ്ടെന്നും പറഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കിട്ടുന്ന തൃപ്തി പോരാ ദൈവമക്കളെ. സഭായോഗത്തിന് വന്നിട്ട്, പെന്തിക്കോസ്തുകാരൻ ഞാൻ പറയട്ടെ, സഭായോഗത്തിന് വന്നിട്ട് ആദ്യത്തെ പാട്ട് തുടങ്ങുന്നത് വരെ പ്രൈസ് ഗോഡ് ചുറ്റിപ്പറ്റി പറമ്പിൽ കൂടെ നടന്നേച്ചും പാട്ട് തുടങ്ങുമ്പോൾ അകത്ത് കയറിയിരുന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തി അതിൻ്റെ കൂട്ടത്തിൽ കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞ് ഇറങ്ങിപ്പോയ തൃപ്തി പോരാ. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോയാൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, ഏകാഗ്ര ഹൃദയത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധി ഇരുന്നിട്ട് പറയണം, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ് അനുഭവിച്ചിട്ടുള്ളത്. സ്തോത്രം ചെയ്ത് ആരാധിക്കാം. അവർക്കൊരു കാര്യം പറയാൻ സാധിക്കും, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. കുരികിലൊരു വീടും മുയൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണൂർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമായി തീർക്കുന്നു. അവർ മേൽക്കുമേൽ അനുഗ്രഹം പ്രാപിക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ സിയോനിൽ ചെന്നെത്തുന്നു. അവർ വീണ്ടും പറയും, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ അത്യുന്നത നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ആത്മീയത്തിൽ ഇറങ്ങിയവർക്ക് ഇങ്ങനെ ചില വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ വ്യർത്ഥം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. നെഹമ്യാവ്
മോശയുടെ പ്രമാണത്തെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, സമകാലീന വിശ്വാസികളുമായി തട്ടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളൊന്നും തിരുവചനത്തിൻ്റെ മാറ്റിവെച്ച് നോക്കിയാൽ, ഉരച്ച് നോക്കിയാൽ ആ അളവിനൊത്തവണ്ണമായിട്ടില്ല. പ്രൈസ് ഗോഡ്. ഇനി എസ്രായ്ക്ക് കിട്ടിയ വെളിപ്പാട് 9-ാം അധ്യായം 12-ാം വാക്യം. എസ്രാ 9:12. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് എടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. ദൈവത്തിന് സ്തോത്രം. വേർപാടിന്റെ കൽപ്പനയുടെ ആഴങ്ങൾ എസ്ര വിളിച്ചറിയിക്കുകയാണ്. നിന്റെ ദാസന്മാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അടിസ്ഥാനം അതാ. പ്രാർത്ഥിക്കുമ്പോൾ നല്ല നല്ല സങ്കീർത്തന വാക്യങ്ങൾ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതവുമായി ബന്ധപ്പെടണം. പ്രൈസ് ഗോഡ്. എന്ത് നല്ല പ്രാർത്ഥനയെന്ന് മറ്റുള്ളവർ പുകഴ്ത്തി കേൾക്കാനല്ല, എൻ്റെ ജീവിതവുമായി പച്ചയായത് ബന്ധപ്പെടണം. പ്രൈസ് ഗോഡ്. എസ്ര മാത്രമല്ല, ശലോമോൻ 1 രാജാക്കന്മാർ 8:53. കർത്താവായ യഹോവേ, നീ ഞങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജാതികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ. ശലോമോൻ പ്രാർത്ഥിക്കുകയാണ്, നീ മോശ അരുളി ചെയ്തതുപോലെ അവകാശമായി ജനത്തെ വേർതിരിച്ചല്ലോ. ഇനി ദാനിയേലിന്റെ പ്രാർത്ഥന 9-ാം അധ്യായം 6-ാം വാക്യം. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. ഞങ്ങൾ കേട്ടനുസരിച്ചില്ല. ദാനിയേൽ പറയുന്നു, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ വാചകമാണ്. ജീവിതത്തെ തുലനം ചെയ്ത് നോക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും പറയുന്ന പോലെയല്ല. ദൈവവചനം എന്ത് പറയുന്നു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞു? 4-ാം അധ്യായം 25-26. ജാതികൾ കലഹിക്കുന്നതും അപ്പോസ്തലന്മാരല്ലേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനെ അരുളി ചെയ്തവനെ, സമകാലീന സംഭവങ്ങളെ വചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കണം. അപ്പോസ്തലന്മാർ അതാ ചെയ്തത്. ഇനി പത്രോസ് എന്ത് ചെയ്തു? 2:14, 2:16 എടുത്താൽ മതി. 15-16, 2-ാം അധ്യായം 15-16. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2:16, 15-16. അപ്പോസ്തലപ്രവൃത്തി 2:15-16. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണി നേരമേ ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ച. സമയമില്ല വായിക്കാൻ. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്. തോന്നലല്ല, കോമൺ സെൻസ് അല്ല, തലയിൽ ഉദിക്കുന്ന ലോജിക്കല്ല, വചനത്തിന്റെ ആധികാരികത. പൗലോസ് എന്ത് പറഞ്ഞു? 13-ാം അധ്യായം 23-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ. അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം 33-ാം വാക്യം. 33 നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ.
ദൈവമക്കളെ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആധികാരികമായി വചനത്തിന്റെ വെളിച്ചത്തിൽ. കോമൺ സെൻസും യുക്തിയൊന്നും അല്ല. വചനം എന്ത് പറയുന്നു? തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഈ നാളുകളിൽ തിരുവെഴുത്ത് എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? തിരുവെഴുത്ത് നിന്നോട് എങ്ങനെ സംസാരിക്കും? നിന്റെ ജീവിതത്തിൽ വ്യക്തമായൊരു വിഷയം വരുമ്പോൾ തിരുവെഴുത്ത് നിന്നോട് സംസാരിക്കും. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ 8-ാം വാക്യം 7-8 വാക്യങ്ങൾ, പ്രൈസ് ഗോഡ്, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ വരുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം മനസ്സിലാക്കിയത്, വെളിപ്പെട്ട് കിട്ടിയത് എഴുതിയിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയാണ്. വായിച്ചേ. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പറയാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു ചോദ്യമാണത്. അബ്രഹാമിന് നന്നായിട്ട് അറിയാം, അതിരാവിലെ എഴുന്നേറ്റ് മോരിയാ മലയിലേക്ക് പോകുന്നത്, എൻ്റെ കൂടെ നടക്കുന്ന ഈ മകനെ അവിടെ വിറകിന്റെ മേൽ അടുക്കി വെച്ച് കത്തിച്ച് ചാരമാക്കാനായിട്ട് ഞാൻ പോകുകയാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം എവിടെ, ആട്ടിൻകുട്ടി എവിടെ? അതിന് കൊടുക്കുന്ന മറുപടി കേട്ടെ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. സ്വന്തം മകന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ധരിച്ചു നിൽക്കുമ്പോൾ, കഴിയാതെ നിൽക്കുമ്പോൾ, പ്രാർത്ഥിച്ച അബ്രഹാമിന്റെ ഉള്ളത്തിലേക്ക് ഒരു വെളിപ്പാട് കിട്ടി. നിനക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ അവൻ കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ഇന്ന് രാത്രി നഷ്ടങ്ങളുടെ മധ്യേ, കഷ്ടങ്ങളുടെ മധ്യേ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഉള്ളത്തിൽ ഒരു ഉത്തരം തന്ന് നിന്നെ നടത്താൻ കഴിവുള്ള, നിന്റെ ചോദ്യത്തിന് മറുപടി തന്ന് നിന്നെ നടത്താൻ കഴിവുള്ള, അടുത്ത നിമിഷം എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു പരിഹാരം നിന്റെ വിഷയത്തിനുണ്ടെന്ന് കണ്ണുകൊണ്ട് കാണുന്നില്ല, ലോജിക്ക് അനുസരിച്ചല്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ നിന്റെ വിശ്വാസം ഇന്ന് രാത്രി പറയട്ടെ, ഒരു യാഗമൃഗത്തെ എന്റെ ദൈവം ഒരുക്കുന്നുണ്ട്, എന്റെ ദൈവം ഒരുക്കുന്നുണ്ട്, എന്റെ ദൈവം ഒരുക്കുന്നുണ്ട്. ഈ ഇസഹാക്കിന് പകരമായി എന്റെ ദൈവം പ്രവർത്തിക്കും, എന്റെ ദൈവം പ്രവർത്തിക്കും. എന്റെ കുഞ്ഞിന് വേണ്ടി പ്രവർത്തിക്കും, എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ ഏകജാതനായ സ്നേഹിക്കുന്ന മകന് വേണ്ടി ദൈവം കരുതും. ഇന്നത്തെ ദൈവത്തിന്റെ കരുതലുകൾ നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുണ്ട്, നിന്റെ കുടുംബത്തിന് വേണ്ടിയുണ്ട്, നിന്റെ ആത്മീയത്തിന് വേണ്ടിയുണ്ട്, നിന്റെ ഭൗതികത്തിന് വേണ്ടിയുണ്ട്. യാഗം അർപ്പിക്കാൻ അരുളപ്പാട് കേട്ട് തേജോമയനായ ദൈവം രാത്രി പ്രത്യക്ഷപ്പെട്ട് നിന്നോട് സംസാരിച്ച ഹല്ലേലൂയ യാഗത്തിന്റെ പൂർത്തീകരണം, അത് ആത്മീയ വിഷയമാണ്. ആ ആത്മീയ വിഷയത്തിനുമുള്ള മറുപടി നീ യാഗം കഴിക്കാൻ മോരിയാമലയിൽ കയറുന്നുണ്ടെങ്കിൽ നിന്റെ യാഗം പൂർത്തീകരിക്കാൻ തക്കവണ്ണം, നിന്റെ ആത്മീയ ശുശ്രൂഷ നിവർത്തിക്കാൻ തക്കവണ്ണം നിനക്ക് വേണ്ടി കരുതിക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ഉടവല ഹദ്രക ജഗല തലവര ഹദ്ദല ബൗഡേ. ആമേൻ. ആ ഒരൊറ്റ വെളിപ്പാടിൽ എന്തൊക്കെ നിറവേറുന്നറിയാമോ? ഒന്ന്, ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതും. രണ്ട്, ഹല്ലേലൂയ, വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്കെങ്കിൽ അവൻ മുഖാന്തരം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തത്തിന് മാറ്റമില്ല. പ്രൈസ് ഗോഡ്. ഈ ചാരത്തിൽ നിന്ന് ഈ ഇസഹാക്കിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന്. ഹല്ലേലൂയ. ആത്മീയവും ഭൗതികവും തീർന്നില്ല. ആ യാഗം കഴിഞ്ഞ് ഞാനും ഈ എൻ്റെ മകൻ ഇസഹാക്കും ബാലനും യാഗം കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞ് ബാല്യക്കാരെ ഇരുത്തിയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ബാല്യക്കാരുടെ ചോദ്യം, മകനെന്തിയേ, ഇസാക്കുട്ടി എന്തിയേ, ഇത്താക്ക് എന്തിയേ എന്ന് ചോദിച്ചാൽ മറുപടി കൊടുക്കാനുള്ളത് ദൈവം കരുതിക്കൊള്ളും. നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ളത് നിനക്ക് വേണ്ടി കരുതുന്ന അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്.
എന്ത് ഞാൻ മറുപടി പറയും? എന്ത് ഞാൻ മറുപടി പറയും? എന്ത് ഞാൻ മറുപടി പറയും? അവലോട് ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് മറുപടി പറയാനുള്ളത് നിന്റെ കയ്യിൽ കൊണ്ട തരുന്ന ദൈവമാണ്. ഇസഹാക്കിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം. രാത്രി ഞാൻ ഉറപ്പോടെ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ചിലർ പറയുന്നു, ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ എന്ത് മറുപടി കൊടുക്കും? നിനക്ക് മറുപടി കൊടുക്കാനുള്ളതും കൂടെ ഒരുക്കിയിട്ടാണ് നിന്നെ മോരിയാമലയിൽ നിറക്കി വിടത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മോരിയാമല കയറുമ്പോൾ തന്നോട് ചോദ്യം ചോദിക്കുന്ന ഇസഹാക്കിന് കൊടുക്കുന്ന മറുപടി, യഹോവ കരുതിക്കൊള്ളും മകനെ. അതൊരു വെളിപ്പാടാണ്. ആ ഒരു മറുപടി അബ്രഹാം എവിടെയൊക്കെ കൊടുത്തെന്നറിയാമോ? ചെന്നിടത്ത് മുഴുവൻ കൊടുത്തു. കരുതിക്കൊള്ളുന്ന യഹോവ, യഹോവ ജൈര, യഹോവ ജൈര, യഹോവ ഈരെ, യഹോവ ഈരെ. ചെന്നിടത്ത് മുഴുവൻ, ആ ഒരു സീസൺ മുഴുവൻ എബ്രഹാം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാകും. യഹോവ ജൈറ, യഹോവ ജൈറ, യഹോവ ജൈറ. അവൻ കരുതുന്ന ദൈവമാണ്, അവൻ കരുതുന്ന ദൈവമാണ്, അവൻ കരുതുന്ന ദൈവമാണ്. ആവർത്തിച്ച് അബ്രഹാം പറയുന്നത് കേട്ടിട്ട് ആരെങ്കിലും അവനോട്, അബ്രഹാമേ, നീ എന്നാ കൂടെ കൂടെ വിളിച്ചു പറയുന്നത്? കരുതുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്. അബ്രഹാം മറുപടി കൊടുക്കും, ഹല്ലേലൂയ. മോരിയാമലയുടെ മുകളിൽ ഞാൻ കയറിയപ്പോൾ, എൻ്റെ മകനുമായി കയറിയപ്പോൾ, യാഗപീഠത്തിന്റെ മുമ്പിലേക്ക് പോയപ്പോൾ, അവനെ യാഗം കഴിക്കാൻ സ്റ്റെപ്പ് വച്ചപ്പോൾ എനിക്ക് കിട്ടിയ വെളിപ്പാടാണ് കരുതിക്കൊള്ളുന്ന യഹോവ. ആ യഹോവ, ആ ദൈവം എനിക്ക് തന്ന വെളിപ്പാട് തെറ്റിയില്ല. ഇന്ന് രാത്രി ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട്, ദൈവത്തെ കുറിച്ചൊരു വെളിപ്പാട്, ഈ യേശുവിനെ കുറിച്ചൊരു വെളിപ്പാട്. ആമേൻ അല്ലേ? 22-ാം അധ്യായത്തിന് ശേഷം അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം ചെല്ലുന്നിടത്ത് മുഴുവൻ പറയും, യഹോവ ഈരേ, യഹോവ ഈരേ, യഹോവ ഈരേ. എന്നടാ ഈ പറയുന്നത്? കരുതുന്ന ദൈവമാണ്. എന്നാ കരുതുന്ന ഈ പറയുന്നത്? ചരിത്രം വിളമ്പും. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ജീവിതത്തിൽ സാക്ഷ്യമെന്ന് പറയുന്നത് അതാണ്. ഒരു വെളിപ്പാട് തന്ന ദൈവം, ആ വെളിപ്പാട് അനുസരിച്ച് ജയോത്സവമായി എന്നെ ഇന്നിനെ നടത്തി കഴിയുമ്പോൾ നാട് മുഴുവൻ നടന്നു പറയും, നാട് മുഴുവൻ നടന്നു പറയും, നാട് മുഴുവൻ നടന്നു പറയും, യേശു മതിയായവൻ, യേശു മതിയായവൻ, യേശു മതിയായവൻ. ഹല്ലേലൂയ. അത് വിശ്വാസത്താൽ ഒരു വെളിപ്പാടിൻ്റെ ബേസിൽ പ്രഖ്യാപിച്ചാൽ, മോരിയ മല കയറുമ്പോൾ പ്രഖ്യാപിച്ചത് തിരിച്ചു വന്ന്, പ്രൈസ് ഗോഡ്, പ്രഖ്യാപിക്കാൻ നിനക്ക് ശക്തി തരുന്നൊരു ദൈവമാണ് ഈ ദൈവം. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ, പ്രൈസ് ഗോഡ്, 8, 9, 10. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. 13, 14. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ, 11, 12 വായിച്ചേ. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന്. 10. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. 13-ാം വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഈ കാഴ്ച കാണാൻ ഭാഗ്യം അബ്രഹാമിനുണ്ടായെങ്കിൽ നീയും കാണും, നീയും കാണും. നിന്റെ നഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട്, കഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു കോലാട്ടുകൊറ്റൻ കൊമ്പ് പിടിപെട്ട് കാറ്റിൽ കിടക്കുന്നത്, നിന്റെ നഷ്ടം വരുന്ന സ്ഥാനത്ത്, നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് എല്ലാ ശുഭപ്രതീക്ഷകളും തീരുമെന്ന് വിചാരിച്ച ആ മോരിയ മലയുടെ അവൻ മുകളിൽ നിൽക്കുമ്പോൾ നിനക്ക് തന്ന വെളിപ്പാട് തെറ്റല്ല. യഹോവ കരുതിക്കൊള്ളും. 14-ാം വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരേ എന്ന് പേരിട്ടു. കയറിയപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഈ മല കയറുന്ന സമയത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരൊറ്റ
ഒറ്റ ഉറപ്പേ ഉള്ളൂ, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ തന്ന വാഗ്ദത്തം വിശ്വസ്തമാണ്. അവൻ്റെ വചനം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്ക് വചനത്തിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു വെളിപ്പാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത ദിവസങ്ങൾ മുഴുവൻ ആ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ ലോകത്തിൽ നടക്കുവാൻ, മറ്റൊരോട് സംസാരിപ്പാൻ, ആത്മീയം നിവർത്തിക്കുവാൻ, ഭൗതികം പ്രാപിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസനാണ്. മനസ്സിലായി? അങ്ങനത്തെ ഒരു വെളിപ്പാടാണ് നമ്മുടെ ആത്മീയത്തെയും ഭൗതികത്തെയും എല്ലാം ദൈവികമായ ആലോചനയിൽ കാക്കുന്നത്. അവിടെ ഇസഹാക്ക് നഷ്ടമല്ല, ആരാധന നടക്കാതെ വന്നില്ല, പ്രൈസ് ഗോഡ്, വിശ്വാസം നഷ്ടമായില്ല. എല്ലാത്തിൻ്റെയും പൂർത്തീകരണം എവിടെ നിന്ന് കിട്ടി? യഹോവ ജൈറ, കരുതിക്കൊള്ളും മകനെ. എപ്പോൾ കിട്ടി? ഉത്തരം കിട്ടാത്ത ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം പറയുവാൻ നെഹമ്യാവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചൊരു മറുപടി ആമേൻ പ്രാർത്ഥിച്ചു പറയത്തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു സ്തോത്രം പറയാമോ? അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് കർത്താവെ ഒരു പുതിയ വെളിപ്പാട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് പാടി നമുക്ക് മടങ്ങിപ്പോകാം. ഒരു വരി പാട്ട്. നിന്നെ വിളിച്ചവനുൾമയുള്ളോൻ, കണ്ണിൽ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുൾമയുള്ളോൻ, കണ്ണിൽ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതം മരുളിൽ നീ തളരുകയോ ഇനി സകലേ? അഴലേറും മരുവിൽ നീ തളരുകയോ ഇനി സകലേ? മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? മരുഭൂയാത്രയിൽ നിനക്ക് ചാരുവാൻ നല്ലൊരു നായകനുണ്ടല്ലോ. കഷ്ടം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം. തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിത മരുളിൽ നീ തളരുകയോ ഇനി സകലേ? അഴലേറും ജീവിത മരുളിൽ നീ തളരുകയോ ഇനി സകലേ? കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ? കാർമൂകിൽ പോലെ ഇരുട്ടുകൾ വ്യാപിക്കുമ്പോ അതിന്മേൽ മഴവില്ല് വച്ചിരിക്കുന്നത് ദൈവവൈദ്യേ നീ രാത്രി കാണുന്നില്ലേ? അതിന്റെ വർണ്ണങ്ങൾ കാണുന്നില്ലേ? അതിന്റെ ഭംഗിയെ കാണുന്നില്ലേ? ദൈവത്തിനു വേണ്ടി ഒരുക്കിയ വാഗ്ദത്തങ്ങളുടെ മഴവില്ല് ജീവിത അരുളിൽ നീ തളര
പ്രതിസന്ധിയിലായാലും, ഏത് കഷ്ടത്തിലായാലും, ഏത് ദുഃഖത്തിലായാലും, നഷ്ടങ്ങൾ മുന്നിൽ വരുമ്പോൾ പ്രത്യാശയോടെ പറയാം, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. എനിക്ക് നഷ്ടമാകാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണിക്കൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റിയെങ്കിൽ ഹല്ലേലൂയ. മാത്രമല്ല, ഇപ്പോഴും സകലതും ഉപേക്ഷിച്ച് ചാവറന്ന് എണ്ണുന്നുവെങ്കിൽ, മുമ്പിലുള്ള ലാക്കിലേക്ക്, പരമവിളിയുടെ ലാക്കിലേക്ക് ആഞ്ഞും കൊണ്ട് ഓടുന്നെങ്കിൽ, ദൈവവൈതലേ, കണക്ക് തീർക്കുമ്പോൾ നിനക്ക് നഷ്ടമാകത്തില്ല, നിനക്ക് നഷ്ടമാകത്തില്ല. കണക്ക് തീർക്കാൻ കഴിവുള്ളവൻ അമർത്തി കുലുക്കി നല്ലൊരു പങ്ക് തന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും മാനിക്കാൻ കഴിവുള്ളവൻ അവൻ മാനിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ച് കോടാനുകോടി നാമൻ ദൂതന്മാരുടെ മുമ്പേ നിന്നെയും എന്നെയും മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യഹോവ ജൈറ, യഹോവ കരുതിക്കൊള്ളും. ആമേൻ. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ഉറപ്പോടെ, പൂർണ്ണ ധൈര്യത്തോടെ ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്ന എൻ്റെ ഈ വിഷയത്തിൽ ദൈവം കരുതും. വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം പറ, ഉറക്കപ്പറ. ദൈവം കരുതും, എൻ്റെ ദൈവം കരുതും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കരുതും. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ആവലോടെ, വേദനയോടെ, ഉത്കണ്ഠയോടെ, ഒരു മറുപടി കാണാതെ ഈ ഹോളിനകത്തേക്ക് കടന്നു വന്ന ജീവിതങ്ങൾക്ക് ദൈവം കരുതുമെന്ന്, എൻ്റെ യേശു കരുതുമെന്ന്. പ്രൈസ് ഗോഡ്. ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ പകച്ചു നിൽക്കാനല്ല, ചോദ്യങ്ങളുടെ മുമ്പിൽ ഞാൻ മരവിച്ച് നിൽക്കാനല്ല, എന്നോട് ചോദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തയാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങിപ്പോകുവാൻ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യത്തിൽ പ്രാർത്ഥിച്ച നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് പരസ്യത്തിൽ വെല്ലുവിളിക്കത്തക്കവണ്ണം മറുപടി കൊടുത്ത ദൈവമേ, ഇന്ന് രാത്രി ഉള്ളറകളിൽ നിന്നുകൊണ്ട് രഹസ്യത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പരസ്യമായി വെല്ലുവിളിക്കത്തക്കവണ്ണം മറുപടി പറയുവാൻ നിന്റെ ജനത്തെ ശക്തിപ്പെടുത്തണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചോദിക്കുന്നവരോട് ഉത്തരം പറയത്തക്കവണ്ണം, നിങ്ങളോട് ചോദിക്കുന്നവരോട് പ്രതിവാദം പറയത്തക്കവണ്ണം ശക്തിപ്പെടുത്തുന്നതായിട്ട്, ബലപ്പെടുത്തുന്നതായിട്ട് അത് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ വായ അടയ്ക്കത്തക്കവണ്ണം, സിംഹങ്ങളുടെ വായ അടച്ച ദൈവമേ, അവൻ ശത്രുവിന്റെ ബലത്തെ കെടുത്തത്തക്കവണ്ണം, വാളിന്റെ വായ്ക്ക് തെറ്റി മാറത്തക്കവണ്ണം, തീയുടെ ബലത്തെ കെടുത്തിയ ദൈവമേ, ഇന്ന് രാത്രി ചില തീ പോലെയുള്ള വിഷയങ്ങളുടെ ബലം കെടട്ടെ. ഇന്ന് രാത്രി ചില സിംഹങ്ങളുടെ വായ അടയട്ടെ. നീ അങ്ങനെ ചെയ്യാൻ പോകുന്നു. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, കാവൽ, സഹവാസം, ഇവയൊക്കെയും നമ്മളോടും നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യഹോവ ജൈറയായി ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി പിന്നെയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയത്തിന്റെ സാക്ഷ്യം തന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് അതിഥികളായിട്ട് കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ പാസ്റ്റർ PR ബേബിയുമായി പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ട്. ഈ ഹാളിൻ്റെ തന്നെ തൊട്ട് സൈഡിലെ റൂമിൽ പാസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ കടന്നു വന്ന് നിങ്ങളെ പ്രാർത്ഥന വിഷയങ്ങൾ പങ്കുവച്ച് കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫീസ്റ്റ് ചർച്ചിൻ്റെ ആരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ കളമശ്ശേരി നെൽസൺ മണ്ടേല റോഡിലുള്ള ആരാധന ആലയത്തിൽ വെച്ച് നടക്കുന്നു. അവിടേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.